ഹായ് ഹലോ കുട്ടികളെ, നമ്മളിന്ന് നോക്കുന്നത് ആരെക്കുറിച്ചാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ചാണ്. അപ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഫസ്റ്റ് ഉപരാഷ്ട്രപതിയായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് ഉപരാഷ്ട്രപതിയായിരുന്നു, ഇന്ത്യയുടെ സെക്കൻഡ് രാഷ്ട്രപതിയായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് ഉപരാഷ്ട്രപതി, സെക്കൻഡ് രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. പിന്നെ എന്തെന്നറിയപ്പെട്ടു? തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെട്ടു. തത്വചിന്തകനായ രാഷ്ട്രപതി എന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണനെ അറിയപ്പെട്ടു. ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്ന നേടിയ ആദ്യത്തെ വ്യക്തിയാണ് ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 1954. അപ്പോൾ ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്ന നേടിയ ആദ്യത്തെ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, 1954. ഇനി അടുത്ത പറയുന്നു, രാജ്യസഭയുടെ പിതാവ് എന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. അപ്പോൾ രാജ്യസഭയുടെ പിതാവ് എന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. അടുത്ത പോയിന്റ് ഇതാ കിടക്കുന്നു. 1962 എന്താ സംഭവിച്ചത്? ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്നു. 1962 1962 ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്നു. 1965 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നു. അപ്പോൾ ഈ രണ്ട് യുദ്ധം നടക്കുന്ന സമയത്തും ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നു ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്ത പോയിന്റ് ഇതാ കിടക്കുന്നു. ഇന്ത്യയുടെ ഫസ്റ്റ് നാഷണൽ എമർജൻസി സമയം, അതായത് പ്രഖ്യാപിച്ച ആ സമയം രാഷ്ട്രപതി ആയിരുന്നു ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അപ്പോൾ എന്നായിരുന്നു? 1962 ഒക്ടോബർ 26. 1962 ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയത്ത് 1962 ഒക്ടോബർ 26 അന്നാണ് ഇന്ത്യയുടെ ഫസ്റ്റ് നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചത് ആരാണ്? രാഷ്ട്രപതിയായിരുന്നു ആയ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. വർഷം 1962 ഒക്ടോബർ 26. ഇനി പറയുന്നു, അടുത്ത പോയിന്റ് ഇതാ കിടക്കുന്നു. ടേബിൾ ടൺ പുരസ്കാരം നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ടേബിൾ ടൺ പുരസ്കാരം നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഫസ്റ്റ് ഇന്ത്യക്കാരിയാണ് മദർ തെരേസ. ഇനി അടുത്ത പോയിന്റ് ഇതാ കിടക്കുന്നു. 1962 മുതൽ സെപ്റ്റംബർ 5 എന്തായത് പ്രഖ്യാപിച്ചു? നാഷണൽ ടീച്ചേഴ്സ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചു. 1962 മുതൽ സെപ്റ്റംബർ 5 നാഷണൽ ടീച്ചേഴ്സ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ടാറ്റ, ബൈ ബൈ.